ഫസ്റ്റ് ഓഫ് ഓൾ ഒരു 3D ചിത്രത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ ചെറുപ്പം മുതൽ 3D സിനിമകൾ കണ്ടിട്ട് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഒരു 3D സിനിമയുടെ ഭാഗമാകാൻ പറ്റുന്നു. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ദിലീഷ് ചേട്ടൻ നേരത്തെ ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞ പോലെ ഇതിൽ 3D എന്നുള്ള പ്ലാൻ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വന്നതാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ നമ്മൾ വ്യൂവിങ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ചുമ്മാ ഒരു 3D പടത്തിന് വേണ്ടി 3D ആക്കിയതല്ല. ഈ ഈച്ച എന്നുള്ള ഈച്ചയുടെ അനിമേറ്റഡ് പോർഷൻസും അല്ലെങ്കിൽ ഈച്ച എന്നുള്ള ക്യാരക്ടർ കുറച്ചും കൂടെ പ്രേക്ഷകരിട്ടെത്താനും അതൊന്ന് ഇമേഴ്സീവ് ആവാനുമാണ് നമ്മൾ 3D ആക്കിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് കുറച്ചും കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പേടി ഉണ്ടായിരുന്നില്ല. അതെ ഈ ഒരു സംസാരിക്കുന്നുള്ളൊരു ഈച്ച എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടപ്പോൾ. പിന്നെ ഈ പറഞ്ഞാൽ ഭയങ്കര അടിപൊളി ടീമാണല്ലോ. ദിലീഷ് ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നു, ആഷികേട്ടൻ ക്യാമറ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒരു നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇവിടെ ഇങ്ങനെയൊക്കെ പോവും ഈച്ച. പിന്നെ ഉണ്ണിച്ചേച്ചി എനിക്കെപ്പോഴും വോയിസ് ഉണ്ടായിരുന്നു. എനിക്കപ്പോൾ ഇല്ലെങ്കിലും എനിക്ക് ചേച്ചി വോയിസ് തരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ആസ് എ ടീം നമ്മളത് ഫിഗർ ഔട്ട് ചെയ്തു. നമുക്ക് ആ ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു മാർക്കോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാണ്ട് ഈച്ച പിന്നെ ഒരു സ്ഥലത്ത് നിൽക്കില്ല, ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പടം കണ്ട് മനസ്സിലാക്കണം. അപ്പോൾ അത് കുറച്ച് ട്രിക്കി ആയിരുന്നു. പക്ഷേ ആസ് എ ടീം എല്ലാവരും ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല, ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ആ പ്രോസസ്സ്. അങ്ങനെ ഞാൻ കണ്ടില്ല. അങ്ങനെ കിളി പോയ ഒരു ക്യാരക്ടറല്ല, കുറച്ച് ഡ്രീമി ആയിട്ടുള്ളൊരു കുറച്ച് സ്വപ്നങ്ങളൊക്കെ കണ്ട് കുറച്ച് എന്താ പറയുക കുറച്ച് ലോസ്റ്റ് ആവും. പക്ഷെ എന്നാലും ഒരു ഡ്രീമി ബോയാണ് ബോണി. അങ്ങനെ കിളി പോയി നടക്കുന്നതായിട്ട് തോന്നുന്നില്ല എനിക്ക്. ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇപ്പോൾ ആഷികേട്ടൻ എന്നുള്ള ഡയറക്ടറുടെ ഒപ്പം വർക്ക് ചെയ്യണമെന്ന് എല്ലാ ആർട്ടിസ്റ്റുകൾക്കുള്ളൊരു ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് ക്യാമറമാനായിട്ട് ആഷികേട്ടൻ വന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആ ഒരു പിന്നെ ഇവരുടെ ഡൈനാമിക്സ് കാണാനും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം ഇവർ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ റൈറ്റർ എന്നൊക്കെ ഉള്ള രീതിയിൽ നിന്ന് മാറി ഇപ്പോൾ ദിലീഷ് ചേട്ടൻ ഡയറക്ടർ റൈറ്ററും ആഷികേട്ടൻ ക്യാമറയും ചെയ്യുമ്പോൾ അവരുടെ ഒരു കെമിസ്ട്രി ഭയങ്കര രസമായിരുന്നു. പിന്നെ ആഷികേട്ടൻ പ്യുവർലി ആസ് എ സിനിമാറ്റോഗ്രാഫറാണ് ഇതിൽ വർക്ക് ചെയ്തേക്കുന്നത്. കാരണം ഇപ്പോൾ ആഷികേട്ടൻ ഒരു ഡയറക്ടറാണ്. ആഷികേട്ടൻ വേണമെങ്കിൽ നമുക്ക് സജഷൻസ് തരാം, അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ ഓൾസോ ഇൻവോൾവ് ആവും. പക്ഷേ ആഷികേട്ടൻ പ്യുവർലി ആസ് എ സിനിമാറ്റോഗ്രാഫറാണ്. എപ്പോഴും ക്യാമറയുടെ ബാക്കിലിരുന്ന് അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ആണ് ഇൻവോൾവ് ആയിരിക്കണം. അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു ആഷികേട്ടൻ്റെ. അപ്പോൾ